പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 11 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തി. ഇന്നലത്തെ നമ്മുടെ മീറ്റിങ്ങളെ അനുഗ്രഹിച്ചു. കർത്താവ് ആവശ്യങ്ങളിലെല്ലാം കൂട്ടായിട്ടിരുന്നു. അനർത്ഥങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. തന്ന എല്ലാ നന്മകളെയും ഓർത്ത് കഴിഞ്ഞ പകൽക്കാലം നടത്തിയത് ഓർത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവേ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരമുയർത്തിപ്പിടിച്ച് പറഞ്ഞ കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒന്നുകൂടെ കരമുയർത്തി പറ, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കർത്താവിൻ്റെ അത്ഭുതങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മളെ ഓരോ ദിവസവും നടത്തിയ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മളെ അത്ഭുതകരമായി നടത്തിയ ദൈവസ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുക. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ നിറഞ്ഞ ലോകത്തിൽ കൺമണി പോലെ കാത്തു പരിപാലിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുക. ചിറകിൻ്റെ മറവിൽ മറച്ചതിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആമേൻ. കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, 113 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ കർത്താവായ യഹോവയ്ക്ക് സദൃശൻ ആരുള്ളൂ? കർത്താവ് എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ആമേൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. കർത്താവ് വീട്ടിൽ മച്ചിയായുള്ള മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. ആ കർത്താവിനെയാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ സ്തുതിക്കുന്നത്. സന്തോഷത്തോടെ സ്തോത്രം പറയാം, സന്തോഷത്തോടെ സ്തോത്രം പറയാം, സന്തോഷത്തോടെ സ്തോത്രം പറയാം. കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. കരമുയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞ്, കരമുയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞ്, കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ സമയങ്ങളിലായിരിക്കാം നിൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് ഈ പ്രഭാത സന്ദേശം കേൾക്കുന്നത്. കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവിനാൽ അവരെ നിറയ്ക്കണം. കർത്താവിൻ്റെ ആത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. കർത്താവിൻ്റെ ആത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഇവർ ജയാളികളായി തീരട്ടെ. പരിശുദ്ധാത്മാവിനാൽ ഇവർ ആമേൻ ഓർഡിനറിയിൽ നിന്നും എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് മാറട്ടെ. അത്ഭുതകരമായി ദൈവാത്മാവ് ഇവരെ നയിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ നിറഞ്ഞ് ജീവിപ്പാൻ സഹായിക്കണം. അതുപോലെ കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യങ്ങൾ കർത്താവെ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവൻ സംഭവിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ. ആ ഫെയിലായ ഓർഗനുകൾ യേശുവിൻ്റെ നാമത്തിൽ ജീവിക്കട്ടെ. ഫെയിലായ ഓർഗനുകൾ യേശുവിൻ്റെ നാമത്തിൽ ജീവിക്കട്ടെ. ഫെയിലായ ഓർഗനുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവിക്കട്ടെ. ദൈവിക അത്ഭുതം ആ ശരീരത്തിൽ സംഭവിക്കട്ടെ. മഹത്വം ഇറങ്ങട്ടെ, മഹത്വം ഇറങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഡോക്ടർമാർ കൈവിട്ട കേസുകൾ നടക്കത്തില്ല, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കേസുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മിറക്കിൾ സംഭവിക്കട്ടെ. ആമേൻ. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മിറക്കിളുകൾ സംഭവിക്കട്ടെ. ആമേൻ. അത്ഭുതകരമായ വിടുതലുകൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് അയച്ചിരിക്കുന്നതിന് സ്തോത്രം. സാമ്പത്തികമായ ആമേൻ ആവശ്യങ്ങളിൽ കർത്താവ് കൊടുക്കുന്ന ഉയർച്ചകൾക്കായിട്ട് സ്തോത്രം. പുതിയ വാതിലുകൾക്കായിട്ട്, റിസോഴ്സുകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ,
ജോലിയില്ലാത്തവരെ ഓർക്കുന്നു. കർത്താവ് വഴി തുറക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ടുന്ന ജ്ഞാനവും ബുദ്ധിയും വിവേകവും കൊടുത്ത് അനുഗ്രഹിക്കണം. അതുപോലെ കർത്താവെ മറ്റെല്ലാവരുടെയും ആവശ്യങ്ങൾ അങ്ങയുടെ കൃപയുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങൾ അങ്ങയുടെ കൃപയുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ലോകത്തെമ്പാടും അങ്ങനെ വേല ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് അവരെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ പകർന്ന് കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നത്, യേശു അടുത്ത് ചെന്ന്, അതായത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു അടുത്ത് ചെന്ന ശിഷ്യന്മാരോട് പറയുക, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. അപ്പം ഈ ഇന്നത്തെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ഇതാണ്, റൈസ് അപ്പ് വിത്ത് യുവർ അതോറിറ്റി. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരത്തിൽ നിങ്ങൾ എഴുന്നേൽക്കണം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും, വീണ്ടും ജനനം പ്രാപിച്ച ഓരോ ദൈവ പൈതലിനും ദൈവം അധികാരം തന്നിട്ടുണ്ട്. ആ അധികാരത്തിൽ നാം ഓരോരുത്തരും എഴുന്നേൽക്കുവാനാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അതായത് നമ്മളെപ്പോഴും നമുക്ക് ദൈവം തന്ന അധികാരം നമ്മൾ ഉപയോഗിക്കത്തില്ല. നമ്മളെപ്പോഴും കർത്താവെ അങ്ങനെ കർത്താവ് ചെയ്യണമേ, കർത്താവ് ഇങ്ങനെ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ കൂടുതൽ പേര്. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, ആമേൻ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴാണ് അവിടെ ദൈവിക പ്രവൃത്തികൾ വേഗത്തിൽ നടക്കുവാൻ ഇടവരുന്നത്. അപ്പം നമുക്കറിയാം യേശു എന്ത് ചെയ്തു. യേശു ആമേൻ മർക്കോസിന് സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരുമൂടെ ആമേൻ ഒരു കടൽ യാത്രയിലാണ്, കപ്പലിനകത്ത് യാത്ര ചെയ്യുന്നു. അപ്പം യേശു ഉറങ്ങുന്ന സമയത്ത് വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അപ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്തു? ശിഷ്യന്മാരെ വളരെ പേടിച്ചിട്ട് യേശുവിനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമൊന്നുമില്ലയോ എന്ന് ചോദിച്ചു. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് പറഞ്ഞ് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. ഇതിന് ശേഷം യേശു ശിഷ്യന്മാരെ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എവിടെ? ഇതാണ് അവൻ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന് നേരെ പൊങ്ങി വരുന്ന ഏത് കാറ്റിനെയും ശാസിക്കുവാൻ കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കാതിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പിൻപിലുള്ള ശാപത്തെ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ നമുക്കത് അതിനെ ശാസിക്കാനുള്ള അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ആമേൻ. അതുപോലെ തന്നെ ആമേൻ, നമ്മുടെ ജീവിതത്തിനകത്ത് സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരും. അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും ഒരു പൈശാചിക ഇൻഫ്ലുവൻസുകൾ കാണും. അതിനെ ശാസിക്കുവാൻ, അവിടെ നന്മ കൊണ്ടുവരുവാൻ കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മുടെ വായിൽ നിന്ന് തന്നിരിക്കുന്ന ദൈവിക വചനത്തെ നമ്മൾ ഉപയോഗിക്കുകയും ആമേൻ, നമ്മുടെ ജീവിതത്തിൽ നേരെ ശത്രു കൊണ്ടുവരുന്ന പൈശാചിക പദ്ധതികളെ യേശു ക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിച്ച് അതിനെ തകർത്ത് കളയുകയും ചെയ്യുവാൻ നമുക്ക് കർത്താവ് അധികാരം തന്നിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിൽ നമുക്കറിയാം, പൗലോസിൻ്റെ കയ്യിൽ ഒരു അണലി ചുറ്റി. പൗലോസ് എന്ത് ചെയ്തു? അതിനെ കുടഞ്ഞു കളഞ്ഞു. പൗലോസ് അതിനെ കുടഞ്ഞു കളയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിന് നേരെ നിൽക്കുന്നതിനെ കുടഞ്ഞു കളയുവാൻ കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ആമേൻ. ഒരിക്കൽ പൗലോസ് അപ്പോസ്തലനൊക്കെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ആമേൻ, ആഭിചാരം ചെയ്ത് ചെയ്യുന്ന പ്രവൃത്തികൾ അവിടെ ഉണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ അതിനെ എന്ത് ചെയ്തു? ആമേൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ നാമത്തിൽ അതിനെ തകർത്ത് കളയുക, എന്നിട്ടാണ് മുന്നേറുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന അധികാരം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ പറയുമ്പോൾ ആമേൻ, അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് മുന്നേറാൻ സമ്മതിക്കാതെ നിൽക്കുമ്പോൾ, ആമേൻ, പൈശാചിക ശക്തി നിങ്ങളെ തകർക്കാൻ നോക്കുമ്പോൾ, രോഗം കൊണ്ടുവരുമ്പോൾ, നന്മകളെ തടയുമ്പോൾ അധികാരം ഉപയോഗിച്ച് അതിനെ ജയിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അധികാരത്തോടെ കൽപ്പിക്കുക, അധികാരത്തോടെ സംസാരിക്കുക, അധികാരത്തോടെ കാര്യങ്ങളെ ചെയ്യുക. അവിടെയാണ് അത്ഭുതം സംഭവിക്കുന്നത്. ആമേൻ. മോശയോട് പറഞ്ഞു, നീ നിൻ്റെ വടിയെടുത്ത് ആമേൻ ചെങ്കടലിന് നേരെ നീട്ട്, അപ്പോൾ ചെങ്കടൽ രണ്ടാകും. അപ്പം കർത്താവ് തന്ന അധികാരത്തിൽ ദൈവമക്കൾ എഴുന്നേൽക്കുക. ആമേൻ. കർത്താവ് തന്ന അധികാരം നമ്മൾ പോക്കറ്റിലിട്ടുകൊണ്ടിരുന്ന കാര്യം നടക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കേണ്ടതിനോട് കൽപ്പിക്കണം, ശാസിക്കേണ്ടതിനെ ശാസിക്കണം. ആമേൻ. നിർജീവമാക്കി കളയണം. ആമേൻ. ആമേൻ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക്
മുന്നേറാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നു, റൈസ് അപ്പ് വിത്ത് യുവർ അതോറിറ്റി ആൻഡ് ഗോ ഫോർവേഡ്. ദൈവം തന്ന അധികാരം ഉപയോഗിച്ച് മുന്നേറുക കേട്ടോ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അതിനായിട്ട് ഈ പ്രഭാതത്തിൽ ആ നാമം ഉപയോഗിച്ച് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.